ടൂർണമെന്റിലുടനീളം മികച്ച ഫോമിൽ നിന്ന് അഭിഷേക് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് രണ്ടാം ഓവറിലാണ്. എടുത്തത് 6 പന്തിൽ നിന്ന് 5 റൺസ്. ഫഹീം അഷറഫിന്റെ പന്തിൽ ഹാരിസ് റഫ് എടുത്ത ക്യാച്ച് ഗ്യാലറിയിലുള്ള ഇന്ത്യൻ ആരാധകരുടെ മുഖം മങ്ങാനിടയാക്കി. പാകിസ്ഥാൻ ആരാധകരുടെ ആരവം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ടു. വൈകാതെ സ്കൈയും ശുഭ്മാൻ ഗില്ലും വീണതോടെ ഇന്ത്യൻസിന്റെ നെഞ്ചിൽ ഒരു പെരുമ്പുറ മുഴങ്ങി എന്ന് തന്നെ പറയാം. പിന്നെ കണ്ടത് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്നൊരുക്കിയ മികച്ചൊരു പാർട്ട്ണർഷിപ്പാണ്. കയ്യിൽ വഴുതി തുടങ്ങിയ കളി തിരിച്ചു പിടിച്ചത് ഈ കൂട്ടുകെട്ടാണ്. സഞ്ജുവിന്റെ ആ നിർണായക 24 റൺസ് ഏഷ്യ കപ്പ് കിരീടത്തിലേക്കുള്ള അകലം കുറച്ചു എന്ന് തന്നെ പറയാം. 54 റൺസാണ് തിലക് വർമ്മ സഞ്ജു കൂട്ടുകെട്ട് നേടിയെടുത്തത്. ദ പാർട്ട്ണർഷിപ്പ് പേവ്ഡ് ദ വേ എന്ന് തന്നെ പറയാം. 15-ാം ഓവറിൽ സിക്സർ പറത്തി തിലക് വർമ്മ സ്കോർ 100-ലെത്തിച്ചു. പിന്നാലെ ഹാഫ് സെഞ്ചുറി. അഭിഷേക് വീണാൽ തിലക് വർമ്മ എഴുന്നേറ്റ് വരുമെന്ന ക്രിക്കറ്റ് ലോകത്തെ പറച്ചിൽ അവിടെ അന്വർത്ഥമാവുകയായിരുന്നു. പിന്നാലെ എത്തിയ ശിവൻ ദുബെയും തിലക് വർമ്മയ്ക്ക് കരുത്തു പകർന്നു. ലാസ്റ്റ് 3 ഓവറിൽ ഇന്ത്യക്ക് വേണ്ടത് 30 റൺസ്. 18-ാം ഓവറിന്റെ അവസാന പന്തിൽ ശിവൻ ദുബെയുടെ 6. 19-ാം ഓവറിന്റെ അവസാനം ദുബൈ മടങ്ങിയെങ്കിലും 22 ബോളിൽ നിന്നുള്ള ആ 33 റൺസ് ഈസ് ഗോൾഡൻ ഫോർ ഇന്ത്യ. പിന്നീട് വന്ന റിങ്കു 4-ാം പന്തിൽ ബൗണ്ടറി പായിച്ച് ഇന്ത്യയെ ഏഷ്യ കപ്പിൽ മുത്തുമിടിപ്പിച്ചു. ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഫൈനലിൽ ഏഷ്യ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നും കാണാത്ത പാകിസ്ഥാനെയാണ് ഗ്രൗണ്ടിൽ കണ്ടത്. അവരുടെ ബൗളിംഗ് നിര കരുത്തു കാട്ടിയ ദിവസം കൂടിയായിരുന്നു ഇന്നലെ. തുടക്കത്തിലെ തന്നെ ഇന്ത്യൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാൻ ബൗളർമാർക്ക് കഴിഞ്ഞെങ്കിലും പതറിപ്പോകാതെ ഇന്ത്യ നിലയുറപ്പിച്ചതാണ് 9-ാം ഏഷ്യ കപ്പ് കിരീടം രാജ്യത്തിന് നേടിക്കൊടുത്തത്. കുൽദീപ് യാദവിന് 4 വിക്കറ്റ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, ബുംറ എന്നിവർക്ക് 2 വീതം വിക്കറ്റുകൾ. ഓപ്പണിംഗിൽ പാകിസ്ഥാൻ തിളങ്ങിയെങ്കിലും പാക്കിന്റെ മധ്യനിരയെ തകർത്ത ഈ വിക്കറ്റുകൾ സ്കോർ ബോർഡ് 146-ലേക്ക് ഒതുക്കി. എതിരാളികൾ 19.1 ഓവറിന് ഓൾ ഔട്ട്. താൻ ആരാണെന്ന് ഒരിക്കൽ കൂടി കുൽദീപ് ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്ത മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത്. ഒരു ഘട്ടത്തിൽ 113 എന്ന നിലയിൽ നിന്ന പാകിസ്ഥാനെ 146 ഓൾ ഔട്ട് ആക്കുക എന്നത് ചില്ലറയല്ല. ആദ്യ 2 ഓവറിൽ നല്ല റൺസ് വിട്ടുകൊടുത്തെങ്കിലും ഞാൻ വീഴ്വേനെன்று നിനത്തായ എന്ന രീതിയിലെ കുൽദീപിന്റെ കംബാക്ക് കഴിഞ്ഞ മത്സരത്തിലെ മികച്ച മൊമെന്റുകളിൽ ഒന്ന് തന്നെയാണ്. 41 വർഷത്തെ ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായി എത്തിയ ഇന്ത്യ പാക് ഫൈനൽ ഒരു സൺഡേ ട്രീറ്റ് കൂടിയായിരുന്നു എന്നതിൽ തെല്ലും തർക്കമില്ല. വിവാദങ്ങളും നാടകീയ രംഗങ്ങളുമൊക്കെ അരങ്ങേറിയെങ്കിലും ക്രിക്കറ്റ് ലോകത്തെ മികച്ച ക്ലാസിക് പോരാട്ടങ്ങളുടെ കൂട്ടത്തിൽ 2025-ലെ ഏഷ്യ കപ്പ് ഫൈനലും ഉണ്ടാകുമെന്നത് തീർച്ച.